അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനേക്കാളൊക്കെ വലിയ പ്രയാസത്തിലൂടെയാണ് നമ്മളൊക്കെ മാനസികമായി കടന്നു പോകുന്നത്. നമ്മുടെ വയനാട്ടിലുള്ള ആ ഉരുൾപൊട്ടിൽ മരണപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ, എത്ര കണ്ട് ദുആ ചെയ്താലും മതിയാവില്ല. എത്രയോ ആളുകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഈ വിഷയം, ഇവരുമായി ബന്ധപ്പെട്ട വിഷയം ജുമാക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരൊക്കെ ഇങ്ങനെ തേങ്ങി കരയുകയാണ്. അവരുമായിട്ട് ഒരു രക്തബന്ധമില്ല, ഒരു സുഹൃത്ത് ബന്ധമില്ല. പക്ഷേ ആ വയനാട്ടിലെ ഓരോ ആളുകളെയും ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ കൈയില്ലാത്ത, കാലില്ലാത്ത, തലയില്ലാത്ത ആ മയ്യത്തുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് കണ്ടിട്ട് ഇവിടെ പള്ളിയിലിരുന്നിട്ട് ഓരോ മുഅ്മിനീങ്ങളും കരയുകയാണ്. നമ്മളൊക്കെ വിഷമിച്ചവരാ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി ഒന്ന് ദുആ രക്കണം. അവരുടെ ആ ഒരു മഗ്ഫിറത്തിന് വേണ്ടി മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്മയും കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ രക്കണം. പിന്നെ ബാക്കിയുള്ള ആ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനിക്കുമാറാവട്ടെ. ഇന്ന് മുഹറം മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ തിങ്കളാഴ്ച പകലാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ നോമ്പ് പിടിക്കാൻ മനസ്സിൽ കരുതിയിട്ടുള്ളവർക്കൊക്കെ ഇന്ന് തന്നെ നിയ്യത്ത് വെക്കുക. രാത്രി തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ റമദാനിലെ ഒരു ഫർളായ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് നമുക്ക് ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾ വെക്കാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 29ാമത്തെ ദിവസമാണ്. നാളെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ ഒരു പക്ഷേ നമ്മൾ സഫർ മാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് മുഹറം മാസത്തിലെ അവസാന രാവാവാം. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ആ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. 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 ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദേ ഈ ഇപ്പോൾ ചെല്ലുന്ന ഈ ദിക്ർ, ഇതിപ്പോൾ മഗ്രിബിന് ശേഷമാണല്ലോ ഇപ്പോൾ നമ്മൾ സാധാരണ ദിക്റിൻ്റെ മജ്‌ലിസ് തുടങ്ങുന്നത്, ഇത് ഞങ്ങൾക്ക് നാളെ പകൽ ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? രാത്രി ചൊല്ലേണ്ട ദിക്റുകൾ മാത്രമാണോ? ഈ ദിക്റുകൾ രാത്രി മാത്രമാണോ ചൊല്ലേണ്ടത്? രാത്രി ഞങ്ങൾക്ക് ചൊല്ലാൻ സമയം കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് നാളെ പകൽ ചൊല്ലാമോ എന്ന് ചോദിച്ചവരുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് രാത്രി എന്നില്ല, പകലെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ അദ്കാറുകളാണ് നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ പറയുന്നത്. ഇത് ഒറ്റക്ക് ചൊല്ലാം, കൂട്ടമായിട്ട് ചൊല്ലാം. ഇപ്പോൾ നമ്മുടെ ഈ മജ്‌ലിസിൽ നമ്മുടെ കൂടെ, ഇപ്പോൾ ഉസ്താദിൻ്റെ കൂടെ ചൊല്ലാമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒറ്റക്കിരുന്ന് ചൊല്ലാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അത് പറയുന്നുണ്ട്. അത് നമുക്ക് ഒറ്റക്കിരുന്ന് ചൊല്ലാം. നമ്മുടെ കൂടെ തന്നെ ചൊല്ലണമെന്നില്ല, ഒറ്റക്കിരുന്ന് ചൊല്ലാം. അതുപോലെ തന്നെ എണ്ണം കൂടുതൽ ചൊല്ലാം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ആ ഒരു ദിക്ർ ചിലപ്പോൾ 1000 വട്ടം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സെപ്പറേറ്റ് ഇരുന്നിട്ട് 1000 വട്ടം ചൊല്ലാം. നമ്മുടെ കൂടെ തന്നെ ചൊല്ലണമെന്നില്ല. നമ്മളിപ്പോൾ എന്താണ് ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ ഒരു ദിക്ർ തന്നെ ഒരു 3-3.5 മിനിറ്റ് മാത്രമേ നമ്മൾ ഒരു ദിക്ർ ചൊല്ലാറുള്ളൂ. പിന്നെ അടുത്ത ദിവസമാണ് നമ്മൾ അത് ബാക്കി ചൊല്ലാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒറ്റക്കിരുന്ന് ചൊല്ലാം, ഇത് കൂട്ടമായിട്ട് ചൊല്ലാം. നമ്മുടെ
നമ്മുടെ മജ്‌ലിസിലിരുന്ന് ചൊല്ലാം. അതല്ലാതെ രാത്രിയും പകലുമൊക്കെയായി നമുക്ക് ചൊല്ലാവുന്ന ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ ഒരുപാട് കിട്ടാനാണ് നമ്മൾ ഈ ഒരു ദിക്റിൻ്റെ മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും തരട്ടെ, നമ്മുടെ മജ്‌ലിസിനെ ഖബൂലാക്കട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ദുആരക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന് 99 പേരുകളുണ്ടെന്ന് അറിയാലോ. ആ 99 പേരുകളിൽ ഏത് പേര് പറഞ്ഞാലും അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഒരുപാട് തൃപ്തിയാണ് അത് പറയുന്ന അടിമക്ക്. അത് പറയുന്ന അടിമയെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ 99 പേരിലും പല പേരുകളും ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായമുണ്ട്. അത്തരത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു പേരാണ് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു തരുമാറാവട്ടെ. ആമീൻ. يا ذا الجلال والإكرام يا الله 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 يا ذا الجلال والإكرام يا الله. ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ 99 പേരുകളിലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വളരെ പ്രിയമുള്ള ചില പേരുകളാണ്. ഈ പേരുകൾ പറയുന്നത് അത് പറയുന്നവരെ അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ ഒന്നിച്ചു പറയുകയാണ്. പറഞ്ഞോ. യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് 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 യാ റബ്ബു യാ അല്ലാഹ് യാ മലികു
യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ എല്ലാവരും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ളത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ ഒരു പുണ്യമായ വചനം ഈ ലോകം മുഴുവനും നമുക്ക് നിറച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിവിശാലമായ ഒരു വാക്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ ആ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ഒന്നിച്ചു പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് ദുനിയാവിലെയും ആഖിറത്തിലെയും
എല്ലാ സർവ്വകാര്യങ്ങളും ചോദിക്കുന്ന ഒരു ദുആയാണ് വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആ അല്ലേ? എല്ലാ മുഅ്മിനീങ്ങളും മുറങ്ങാതെ പറയുന്നൊരു ദുആയാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാ കാര്യവും ചോദിച്ചിട്ടുള്ള ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇനി നമ്മൾ പറയുന്നത് ദുആഉൽ ഖർബാണ്. അതായത് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്ന, സ്വഹാബിമാർ പറഞ്ഞിരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. ആ പേര് തന്നെ തുടച്ചു നീക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി സലാമത്ത് തരുമാറാവട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش الكريم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش
അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. സ്വഹാബിമാരൊക്കെ അവരുടെ ജീവിതകാലത്ത് ഒരുപാട് പറഞ്ഞിരുന്നൊരു ഇസ്തിഗ്ഫാർ ഉണ്ട്. അതൊന്ന് പറഞ്ഞാലോ? അവർ പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത ഏറെയാണ് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയവരാണ്. എല്ലാം അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം إنه كان غفارا أستغفر الله العظيم 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 إنه كان غفارا. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم
اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض ഇനി നമ്മൾ പറയുന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ നേട്ടങ്ങൾ നമുക്ക് വേഗത്തിൽ കിട്ടുന്ന സ്വലാത്താണ് അദദ് സ്വലാത്ത്. നമ്മളൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ്. പലപ്പോഴും നമ്മൾ മജ്ലിസിൽ ഒരുപാട് വട്ടം ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയതാണെന്ന് പറഞ്ഞ് ചൊല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് ചൊല്ലിയാലോ? ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ നിരവധി ഫലമാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സുന്ദരമായ പവിത്രമായ ഈ ഒരു ടൈമിൽ നമ്മൾ ചൊല്ലിയാൽ നിരവധി പ്രതിഫലമാണ്. ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. عدد ما في علم الله صلاة دائمة بدوام ملك الله.
മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. നമ്മൾ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഈ മദ്രസയിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലേ, മദ്രസയിലും അതുപോലെ തന്നെ നമ്മൾ ഈ ദുആക്ക് ശേഷമെല്ലാം ചൊല്ലുന്ന സ്വലാത്ത്, സാധാരണ സ്വലാത്ത്, ഒരുപാട് നേട്ടമുള്ള സാധാരണക്കാരുടെ സ്വലാത്ത് എന്ന് പറയാൻ പറ്റും അല്ലേ. ഒരുപാട് നേട്ടങ്ങളാണ് ആ സ്വലാത്ത്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഇസ്മുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അപ്പോൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദ്വാരക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ. നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദ്വാ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വായിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ, ഈ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ അവർക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം കിട്ടുന്നതാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل
ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് നിനക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുത്തായ റസൂലിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ മജ്ലിസാണ്. ഇരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ അല്ലാ. കൊച്ചുമക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു എല്ലാ സഹോദരിമാർക്കും എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടം നീ ലാഭകരമാക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൃഷിയിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ പ്രത്യേകം ദുആരക്കാൻ വസിയ്യത്ത് പറയുന്നത്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ അല്ലാഹുവേ ഉന്നതമായ പഠനം നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ പഠനത്തിൽ നീ മികവ് കൊടുക്കണേ അല്ലാ. അവരുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്ക് അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക് അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട് റഹ്മാനെ, അവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവര് അല്ലാഹു വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ
ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം നിന്നെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലായി ഇഖ്ലാസിലായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതുപോലെ തന്നെ പല റിസൾട്ടുകളും പല ടെസ്റ്റിന്റെ റിസൾട്ടും കാത്തിരിക്കുകയാണ് റഹ്മാനെ. എല്ലാവർക്കും എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വേദനിപ്പിക്കല്ല റഹ്മാനെ, വിഷമിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എന്തെല്ലാം മുസീബത്തുകൾ നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടല്ല മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടുണ്ടോ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള പുണ്യമായ ദിനങ്ങളിൽ ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഫലസ്തീൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് പ്രദേശത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്കെല്ലാവർക്കും നീ സഹായം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ, ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ ദിക്റും ഔറാദുകളും തസ്ബീഹുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.